ശാപം വരാൻ ഒത്തിരി കാര്യമുണ്ട്. ഒരു കാര്യം കൂടെ പറയാൻ, എല്ലാം പറയാൻ നേരമില്ല. മോളെ, ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം ഒന്ന് വായിച്ചേ. 15ഉം 16 അവിടെ മാതാപിതാക്കളുടെ കാര്യം പറഞ്ഞത്, അത് വായിച്ചാൽ മതി. 16ആണോ? അപ്പനെയോ അമ്മയെയും നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, അപ്പനെ അമ്മയെ നിന്ദിക്കുന്നവൻ. ഇങ്ങോട്ട് വായിക്കേ, അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുത്തില്ലേ ശാപം വരുമെന്ന്. മനസ്സിലായോ? മാതാപിതാക്കളെ അന്വേഷിക്കണമെന്ന്. അപ്പനെ അമ്മയും വൃദ്ധസദനത്തില അവര് ആരുമില്ല, അനാഥശാലയില്ല. അപ്പനും അമ്മയും എവിടെ പോവാ? 5:30 കുർബാന. 5:30 കുർബാന. പിന്നെ അപ്പനും അമ്മ എവിടെ? അവര് വൃദ്ധസദനത്തിലുണ്ട്. അമ്മാമ്മ എവിടെ പോവാ? ഫാസ്റ്റിംഗ് പ്രയർ 21 days. അമ്മ എവിടെ? അമ്മ വൃദ്ധസദനത്തിലുണ്ട്. തള്ളേനെ ഇനി നോക്കാനൊന്നും. മനസ്സിലാകുന്നുണ്ടോ? ഫാസ്റ്റിംഗ് പ്രയർ. തിരുവല്ല എന്നൊരു പാസ്റ്റർ വരുന്നുണ്ട്, വിടുതലിന്റെ ശുശ്രൂഷ. അവൻ പടലിട്ട് വെട്ടിക്കുന്നതാണോ വിടുതല്? തള്ള അവിടെ കിടന്ന് തീ തിന്നുക. സ്ത്രീ തന്നെ അങ്ങോട്ട് പോകുന്നു, ഞാൻ മലയ്ക്ക് പോവുക. അപ്പനും അമ്മ എന്ത് ചെയ്യാ? അത് നോക്കിയിട്ടൊന്നും കെട്ടും കെട്ടി പോവുക. എന്തിനിങ്ങനെ പോകുന്നു? എവിടെ പോവാ? ഞാൻ മക്കയ്ക്കാ പോകുന്നത്. അപ്പനും അമ്മയോ? ക്രിസ്ത്യാനിയാന്നേലും അക്രൈസ്തവനാന്നേലും നിരീശ്വരവാദിയാന്നേലും പെന്തിക്കോസാന്നേലും സമുദായക്കാരനാന്നേലും മുസ്ലിം സഹോദരനാന്നേലും ആരാന്നേലും മാതാപിതാക്കളെ അന്വേഷിച്ചോണം. വേണ്ടേ? 10 മാസം നൊന്ത് വേദനിച്ച അമ്മ വേദനിക്കരുത്, നിന്നെ ജനിപ്പിച്ച അപ്പൻ വേദനിക്കരുത്. ഉള്ള സാഹചര്യത്തിൽ അവരെ ശുശ്രൂഷിക്കണം. അപ്പനെ അമ്മയെ അന്വേഷിച്ചില്ലെങ്കിൽ ശാപം ഉണ്ടാകും. അത് പ്രാർത്ഥിച്ചാലൊന്നും മാറത്തില്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയാലും മാറുകയില്ല. ശാപം മുറിക്കുന്നൊരു പാസ്റ്റർ, പുള്ളി ഒരുമാതിരിപ്പെട്ട ശാപമല്ല. അവൻ ചപിക്കപ്പെട്ടവൻ, അവൻ തള്ളയ്ക്ക് വെള്ളം കൊടുക്കാതെ ഇവിടെ വന്നതെല്ലാം കൂടെ മുറിക്കുന്നത്. അവൻ്റെ ചരിത്രം അവിടെ ചെന്ന് അന്വേഷിക്കണം. ഇവൻ തള്ളയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുത്തവനാണെന്നോന്ന്. അവനാ ഇവിടെ വന്ന് ഇതിന്റെ കാക്ക മോളി വന്ന് മുറിക്കുക. മനസ്സിലാകുന്നുണ്ടോ? മാതാപിതാക്കളെ ശുശ്രൂഷിച്ചോണം. അപ്പനെ അമ്മയും ബഹുമാനിക്കണം. നിന്റെ അപ്പനെ അമ്മയും വേദനിപ്പിക്കരുത്. അവരെ വൃദ്ധസദനത്തിൽ അയക്കരുത്. മനസ്സിലായോ? ഈ ചില സഹോദരന്മാർക്ക്, ഞാനങ്ങ് പറയാം, അല്ലെങ്കിൽ ഇന്നോടല്ലേ ഉള്ളൂ, ഈ ചില സഹോദരന്മാർക്ക് അപ്പനെ അമ്മയും അന്വേഷിക്കണമെന്ന് നോക്കണമെന്നുണ്ട്. എവളുമാര് സമ്മതിക്കുകയല്ല. അതിനതിന് അവനിരുന്ന് തീ തിന്നുക. എത്ര എണ്ണമായിപ്പോൾ ഇതിനകത്തിരുന്ന് തീ തിന്നുന്നേ. ഇപ്പം അവർ പറയാ, എടുത്ത വാക്യമൊന്നും പറഞ്ഞിട്ട് ഇത് തന്നെ പറഞ്ഞാൽ മതി. അവളും വന്നിട്ടുണ്ട്, എനിക്കോ പറയാനൊക്കത്തില്ല. പാസ് പറയുകയാണെങ്കിൽ ചിലപ്പം ഒത്തന്ന് വരും. ഞാൻ എന്നാളെന്ന് പറഞ്ഞ അവളൊരു തേമ്പി എൻ്റെ താടി തെന്നിപ്പോയി. ഒരമ്മ മാത്രം വരുന്നത് എനിക്ക് പിന്താങ്ങുന്നുണ്ട്, സ്വോത്രം പറഞ്ഞ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മായിയമ്മയെ നോക്കിയതാണോ? ഈ ഗ്ലോറിയും കാൽവറിയൊക്കെ പറയുന്നത് ആന്നോ? അല്ലേലിയാ പിന്നെ പറയാം, മുട്ട് നിൽക്കുക. അപ്പനെ അമ്മയെ അന്വേഷിച്ചതാണോന്ന്? ആന്നോ? എന്നാ ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റെ അപ്പനെ അമ്മയെ നിന്ദിക്കരുത്. ദൈവം നിന്നെ അനുഗ്രഹിക്കും. പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്, നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. മാതാപിതാക്കളെ അന്വേഷിച്ചാൽ നിനക്ക് നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയില്ല. പുസ്തകം പഠിപ്പിക്കുന്നത്, യഹോവ ഒരു ദോഷവും തട്ടാനവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്ന് മുതൽ നീക്കി പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല. എന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്.